21, 22 തീയതികളിൽ അഞ്ചാമത് അന്തർദേശീയ കേരള പഠന കോൺഗ്രസ് നടക്കുകയാണ്. ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വികസന സംവാദമാണിത്. പഠന കോൺഗ്രസിന് മുമ്പ് തന്നെ നടന്ന അനുബന്ധ സെമിനാറുകളിൽ 10,000-ലേറെ പേർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന പഠന കോൺഗ്രസ്സിൽ 4 വാല്യങ്ങളായിട്ടുള്ള ഒരു രേഖ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് 46 സമ്മേളനങ്ങളിലാണ് ചർച്ച ചെയ്യുക. 18 വേദികളിൽ സമാന്തരമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ 21-ാം തീയതി കാലത്ത് ഉദ്ഘാടനം ചെയ്യും. വേളയിൽ CPM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ മാസ്റ്റർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ജോസ് കെ മാണി MP, CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, മന്ത്രിമാർ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, പിന്നെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി പണ്ഡിതന്മാരുടെ കൂടി സാന്നിധ്യം ഉണ്ടാവും. അതിനുശേഷം 4 സിംപോസിയങ്ങളാണ് ഉച്ചക്ക് മുമ്പ്. സിംപോസിയത്തിന് ശേഷം പിന്നെ സമ്മേളനം മുഴുവൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അവിടെ അന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ ദൈർഘ്യമുള്ള 2 സെഷൻസ് ഉണ്ടാവും. 18 എണ്ണം വീതം, 36 എണ്ണം. 2-ാം ദിവസം കാലത്ത് വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിൽ 18 സമ്മേളനങ്ങൾ നടക്കും. അതിനുശേഷം AKG സെന്ററിൽ വെച്ച് ക്രോഡീകരണമാണ്. ഉച്ചയ്ക്ക് ശേഷം സമാപന സമ്മേളനം. സമാപന പ്രസംഗം നടത്തുന്നത് MA ബേബി, CPM സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയാണ്. ഇവിടെ വരുന്ന നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഭാവി വികസന ഒരു അജണ്ടയായിട്ട് രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നടന്ന വികസന മുന്നേറ്റം കണ്ണുള്ള ഒരാൾക്കും കാണാം. ചില അവതർക്കിതമാണെന്ന്, വിമർശനമുണ്ട്, ഇനിയും വേണമെന്നൊക്കെ പറയാം. ക്ഷേമാനുകൂല്യങ്ങളിലെ വർധന തന്നെ ഏറ്റവും വലുത്. 600-ൽ നിന്ന് 2000 എത്തിയിരിക്കുകയാണ്. ഇതുപോലെയാണ് മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം. 2, ഇതേ സമയം ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ നിക്ഷേപമാണിന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി നേരിട്ട് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ, കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി NH66 മാത്രം പോരെ, 65,000 കോടി, പിന്നെ വിഴിഞ്ഞം പദ്ധതി, ഇങ്ങനെയുള്ളതല്ല. അതായത് പറഞ്ഞ 2 ലക്ഷം കോടി രൂപയാണ്. വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ ഗൗരവമായിട്ടുള്ള പ്രശ്നം, ഈ വികസന മുന്നേറ്റം എങ്ങനെ നിലനിർത്തും? ഇത് സംബന്ധിച്ചൊരു ചർച്ച നടത്തണ്ടേ? ഞങ്ങൾ മുൻകൈ എടുത്തിട്ട് വളരെ കൃത്യമായൊരു വികസന അജണ്ട കേരളത്തിന്റെ മുന്നിൽ വെക്കുകയാണ്. 2014 തെരഞ്ഞെടുപ്പിന് മുന്നും ഇത് ചെയ്തിരുന്നു, 2006 തെരഞ്ഞെടുപ്പിന് മുന്നും ഇത് ചെയ്തിരുന്നു. ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വികസന അജണ്ട മുന്നോട്ട് വയ്ക്കുക. എന്താ BJP-യുടെ വികസന അജണ്ട?
വികസിത കേരളം എന്ന് പറയുന്നുണ്ട്. എന്തോന്നാ അതുകൊണ്ട് അർത്ഥമാക്കണേ? എവിടെയെങ്കിലും ഒരു രേഖ കാണിച്ചു തരാൻ പറ്റുമോ? വികസിത കേരളം സൈറ്റ് അടക്കം പോയി നോക്കിക്കോ നിങ്ങൾ. ഈ വാചകടിക്ക് അപ്പുറം എന്താണ് കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നും വല്ല ധാരണയുണ്ടോ? പ്രധാനമന്ത്രി വരുമ്പോ അദ്ദേഹം എന്നെ രൂപരേഖ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. എവിടെ രൂപരേഖ? UDF കിഫ്ബിക്കെതിരാണ്. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പണമൊന്നുമില്ല, ഖജനാവ് കാലിയാണ്, പൂച്ച വെച്ച് കിടക്കുകയാണെന്നാണ് പറയണത്. എന്നാ അവർ പറയണ്ടേ എങ്ങനെ ഞങ്ങളിത് കൊണ്ടുപോകാൻ പോണെന്ന്? കിഫ്ബി വേണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഖജനാവ് ഇങ്ങനെ കാലിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം? എന്താ നിങ്ങളുടെ വികസന അജണ്ട? ഇതാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വികസന സംവാദം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ വിശദമായിട്ടുള്ള അജണ്ട. അത് ആരെങ്കിലും ഒരാൾ ചിന്തിച്ചുണ്ടാക്കുന്നതല്ല കേട്ടോ. 10,000-കണക്കിന് പണ്ഡിതന്മാർ, കേരളത്തിലെ 25,000 പണ്ഡിതന്മാർക്ക് മുഖ്യമന്ത്രി നിങ്ങളുടെ വിശദീകരണം, നിങ്ങളുടെ വികസന നിർദ്ദേശങ്ങൾ തരൂ എന്ന് പറഞ്ഞ് കത്ത് കഴിഞ്ഞ ആഴ്ച അയച്ചു. ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതെല്ലാം കൂടി കൂട്ടി സമാഹരിച്ച് അച്ചടിക്കുന്നുണ്ട്. ഇത്രയും പേര് എന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ ആരായാണ്? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വികസന രേഖ തയ്യാറാക്കുന്നത്. ഇതാണ് ഈ പഠന കോൺഗ്രസിൻ്റെ പ്രാധാന്യം. ഇതിൻ്റെ വലിയ ഒരു ചുമതലയാണ് എൻ്റെ സംഘാടനം എന്ന് പറയുന്നത്. കാരണം 3000 പേരുണ്ട്, ഇവിടെ താമസ സൗകര്യമുണ്ട്. ഇത്രയും വലിയ രേഖ അച്ചടിച്ച് തയ്യാറാവണം. ഇതിനാകെ ചൊക്കാൻ പിടിക്കുന്നത് സംഘാടക സമിതി പ്രസിഡന്റ് വി ശിവൻകുട്ടി, സെക്രട്ടറി ജോയ് MLA എന്നിവരാണ്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലുള്ളൊരു സമിതി ഫലപ്രദമായി പ്രവർത്തിച്ച് ഇന്നിപ്പോൾ സമ്മേളനത്തിൻ്റെ പടിവാതിക്കലെത്തിയിരിക്കുകയാണ്.